ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ നല്ല ലേറ്റായി, കിടക്കാനും നല്ല താമസിച്ചു. സോ ഞാനൊരു 10 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ 12 തൊട്ടൊരു 4 മണി, ഈവനിങ് 4 മണി വരെയൊക്കെയുള്ള സമയത്തോട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എണീറ്റപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് മുഖവും ഒക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പായി. പിന്നെ വന്നിട്ട് ഒരു സെറമുണ്ട്, ഞാൻ എപ്പോഴും തേക്കുന്നതാണ് ഇവിടെയുള്ളപ്പം. അപ്പം ഞാനത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത്. അത് നല്ലപോലെ തേച്ചിട്ട് ഞാൻ വെളിയിൽ കൂടെ നടക്കുന്ന സമയത്തൊക്കെ മാക്സിമം ഞാനത് തേക്കാറുണ്ട്. നല്ല സ്കിന്നിൽ പിമ്പിൾസും ഒക്കെ കളയും. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നാളെ നമുക്കൊരു 10 ദിവസത്തേക്ക് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, വേറൊരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ അത്യാവശ്യം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ആക്ച്വലി പോകുന്നത് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു ഒരു 10 ടു 14 ദിവസം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മോസ്റ്റ്ലി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ച് പോരാൻ പറ്റും. നമുക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പം നാളെ രാവിലെ 6:45 ഫ്ലൈറ്റ്. അപ്പം നാളെ രാവിലെ എണീറ്റ് പാക്കിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന്. സോ ഞാൻ അതിന് മുമ്പ് കുറേ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം അലക്കി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ല വിൻഡി ഡേ ആണ്, ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ആ ഡ്രസ്സൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. പുറത്തിറക്കി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കാറ്റുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് അകത്ത് വെക്കുവാണെങ്കിൽ പിന്നെ നാളത്തേക്ക് ഞാൻ രാവിലെ റെഡിയായി ഇതെടുക്കലൊന്നും നടക്കത്തില്ല. ഞാൻ എല്ലാം മറന്നു പോവും ചെയ്യാൻ. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എടുത്ത് എല്ലാം കൊണ്ട് ഇട്ട് മടക്കി റെഡിയാക്കി ഒതുക്കി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം എടുക്കുകയും പെറുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നാളത്തേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെക്കിനും ഓൺലൈനായിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ എപ്പോഴും ഇങ്ങനെ യാത്ര പോകുന്നതുകൊണ്ട് അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് എപ്പോഴും ഞാനിങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ എപ്പോഴും അത് നോക്കി സാധനങ്ങൾ എപ്പോഴും പാക്ക് ചെയ്ത് വെക്കും. എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഓർക്കുമല്ലോ. അപ്പം മെയിനായിട്ട് ഞാൻ എപ്പോഴും മറന്നു പോയിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വീടിൻ്റെ ചാവി, പിന്നെ ATM കാർഡ്, ട്രാവൽ ചെയ്യാനുള്ള കാർഡ്, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ, ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെയാണ് ഞാൻ എപ്പോഴും മറന്നു പോകുന്നത്. സോ ഇപ്രാവശ്യം അതൊന്നും മറക്കണ്ടെന്ന് വെച്ച് ഞാനൊരു നോട്ടായിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ആദ്യം എടുത്ത് വെച്ചത്. അപ്പം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഡോക്യുമെൻറ്റ്സ്, അത്യാവശ്യം നമ്മുടെ പാസ്പോർട്ട്, വിസ, അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, മേജർ ഡോക്യുമെൻറ്റ്സ്. അതെല്ലാം ഞാൻ സേഫായിട്ട് എടുത്ത് ആദ്യം തന്നെ ബാഗ് വെച്ചു. അപ്പോൾ നമുക്ക് 7 kgയുടെ ഈ ഒരു ബാഗ് നമ്മളൊരു കുഞ്ഞ് ലാപ്ടോപ്പ് ബാഗും രണ്ടും ആട്ടോ ക്യാരി ചെയ്യുന്നത്. അപ്പം 7 kg ആണ് ഇത് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ അത് വേഗം നിറയും. അത്യാവശ്യം എന്ത് ചെറിയ സാധനങ്ങൾ വെച്ചാൽ തന്നെ വേഗം തന്നെ നിറയും. സോ ഞാൻ ആദ്യം തന്നെ വീട്ടിലിടാൻ അങ്ങനത്തെ പറ്റിയ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ്, പോകുമ്പോഴത്തേനും ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും ഞാൻ എല്ലാം പെയർ ചെയ്ത് മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ യൂണിഫോംസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. എല്ലാം തൽക്കാലത്തേക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഷർട്ട്സ് ഉപയോഗിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം സീലും എംബ്ലവും അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ അത് വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചതല്ലേ, അപ്പോൾ അത് സമ്മതിക്കുമോ അറിയത്തില്ല. ബട്ട് എന്തെങ്കിലും ഒരു എമർജൻസി വേറെ ഒന്നുമില്ല എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടി വന്നാൽ നോർത്താണ് ഞാൻ അതോടെ ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഷർട്ട് ഞാൻ എടുക്കുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പം അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ ക്യാരി ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ ഒത്തിരി ലഗേജ് വരുന്നില്ല. അത്യാവശ്യം മേജർ ഡ്രസ്സും പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും പിന്നെ അത്യാവശ്യം മെഡിസിൻസ് ഞാൻ എന്ത് ചെറിയ ട്രിപ്പാണെങ്കിലും ഞാൻ മെഡിസിൻസൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. അത്യാവശ്യം പനിയുടെ ഗുളിക, വൈറ്റമിൻ ഗുളിക, പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ട് അതിൻ്റെ ഗുളിക, പിന്നെ ദേഹം വേദനയ്ക്കുള്ള ഗുളിക, തലവേദനയ്ക്കുള്ള ഗുളിക, ഇതൊക്കെയാണ് മേജറായിട്ട് ക്യാരി ചെയ്യുന്നത്. തലവേദനയ്ക്ക് വന്നാൽ എന്തായാലും ഒരു വിക്സ് എന്തായാലും വേണമല്ലോ. വിക്സ് ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ സാധനങ്ങളും എല്ലാം പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം എല്ലാം വീടൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ ഡയറക്റ്റ് നമുക്ക് പോവാം. അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലിരുന്നതെല്ലാം ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ നമ്മൾ കിച്ചണും എല്ലാം ക്ലീനാക്കി, ഫ്രിഡ്ജും ക്ലീനാക്കി, ഒന്നും മെസ്ഡാക്കിയിട്ടിട്ടില്ല. കാരണം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞല്ലേ തിരിച്ച് വരുന്നത്. അപ്പോൾ പഴകിയ ഫുഡൊക്കെ ഉണ്ട്, പിന്നെ അത് ആദ്യം തൊട്ടേ വൃത്തിയാക്കാനിരിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര പാടായതുകൊണ്ട്
നമ്മൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പഴയതായിട്ട് ഉണ്ടാക്കി വെച്ച ഫുഡ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം റൂമിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അടിച്ചു വരാനുള്ള സമയമില്ല. ഇനിയിപ്പം കുളിച്ച് ഒന്ന് റെഡിയായി നേരത്തെ കിടക്കണം. ഞാൻ എന്നും കിടക്കുന്നത് ലേറ്റ് ആയിട്ടാണ് രാത്രി. അതുകൊണ്ട് ഉറങ്ങാൻ തന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആവും. അപ്പോൾ ഇത്രയും നാളും അങ്ങനെ ഒരു സ്ലീപ്പിൻ്റെ സ്കെഡ്യൂളായിരുന്നു. അപ്പം ഇനി നാളെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കാൻ എണീക്കണമല്ലോ. സോ ഞാൻ ഇന്ന് രാത്രി നല്ല നേരത്തെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അറൗണ്ട് ഒരു 7 7:30 ആകുമ്പോഴത്തേനും കിടന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും റെഡിയായി ഫ്രഷായി 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോയാൽ നമുക്ക് കറക്റ്റ് ആ സമയത്ത് എത്തും. ഫ്ലൈറ്റ് 6:45 അപ്പോൾ എനിക്ക് വലിയ പെട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയൊരു പെട്ടിയും കൊണ്ട് പോകുമ്പോൾ എനിക്കൊരു അരമണിക്കൂർ മുമ്പേ അവിടെ എത്തിയാലും മതി. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങിയാലും 5:30 ആകുമ്പം കറക്റ്റായിട്ട് അവിടെ എത്തും. 6:45 ആണ് കേട്ടോ ഫ്ലൈറ്റ്. ഞാൻ ഇത്രയും നേരത്തെ ഇറങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ നേരത്തെ ഇറങ്ങുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. എവിടെ ചെല്ലണം, എത്ര സമയം എടുക്കും, എന്താ പ്രൊസീജിയർ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങി കൺഫ്യൂഷനൊന്നും വേണ്ടാതെ വേഗം എത്താമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. നോർമലി ഇതിന് മുമ്പൊക്കെ ഞാൻ ജസ്റ്റ് അരമണിക്കൂർ മുമ്പ് ധൃതി വെച്ചൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും മരുന്നുകളും ഒത്തിരി മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. എല്ലാം കൂടെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ എടുക്കാനും വെക്കാനും പെറുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. പിന്നെ ചാർജേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളും അതൊക്കെ മിസ് ഔട്ട് ആവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.